ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ടാലി ചാർട്ടേഴ്സ്. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ CA എന്ന കോഴ്സിനെ കുറിച്ചുള്ള ഫുൾ ഔട്ട്ലൈൻ പ്രൊവൈഡ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ആ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു CA ഫൗണ്ടേഷൻ കോഴ്സിനുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അതേ ഈ വീഡിയോ നമ്മൾ ഫസ്റ്റ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഫസ്റ്റ് ക്ലാസ് നമ്മൾ മാത്സ് ആണ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് എക്സാം ടിപ്സ് അല്ലെങ്കിൽ സ്റ്റഡി ടിപ്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 4 പേപ്പറാണ്. 4 പേപ്പർ പറഞ്ഞിട്ട് കാര്യമില്ല, 6 സബ്ജക്റ്റ് ഉണ്ട്. 7 സബ്ജക്റ്റ് ഉണ്ട്. ഫസ്റ്റ് പേപ്പറാണ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് പറയുന്നത് പക്ക ബേസ് ഉണ്ടെങ്കിൽ പാസ്സാകാൻ പറ്റുന്നുണ്ട്, സിമ്പിളായി പാസ്സാകാൻ പറ്റുന്ന പേപ്പറാണ് അക്കൗണ്ട്സ്. പിന്നെ പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയുകയാണെന്ന് എനിക്കറിയാലോ. കൂടുതൽ പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നമ്മൾ അതിൽ എക്സ്പേർട്ടായി മാറുന്നു. അതേപോലെ തന്നെ അക്കൗണ്ട്സും നമ്മൾ കൂടുതൽ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യും തോറും അക്കൗണ്ട്സിനും എക്സ്പേർട്ടായി മാറുന്നു. ഫസ്റ്റ് പേപ്പർ അക്കൗണ്ട്സ് ആണ്. സെക്കൻഡ് പേപ്പറാണ് ലോ ആൻഡ് ഇംഗ്ലീഷ്. ലോ പലപ്പോഴും പല വ്യക്തികളുടെയും മുന്നിൽ ഒരു വില്ലനായി അവതരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ലോ. ലോ എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ലാംഗ്വേജ് ആണ്. അതായത് നമ്മൾ നോർമൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ല ലോയിൽ യൂസ് ചെയ്യണത്, ഡിഫറെൻറ്റ് ലാംഗ്വേജ് ആണ്. അതോടൊപ്പം തന്നെ ലോക്ക് വേണ്ടതെന്ന് വെച്ചെങ്കിൽ പക്കാ റീഡിങ് സ്കിൽ ഉണ്ടായിരിക്കണം. റീഡിങ് സ്കില്ല് നന്നായി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ലോ നമുക്ക് സിമ്പിളായി ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ്. പിന്നെ പേപ്പർ 2 രണ്ടാമത്തെ വിഷയമാണ് ഇംഗ്ലീഷ്. വില്ലനെ നേരിടാൻ വരുന്ന നായകനാണ് ഇംഗ്ലീഷ്. പലപ്പോഴും പേപ്പർ 2 പാസ്സാവാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നോർമൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇംഗ്ലീഷിനെ പറ്റിയിട്ട്. പേപ്പർ 3 ആണ് മാത്സ്, സ്റ്റാറ്റി, ലോജിക്കൽ റീസണിങ്. വളരെ സിമ്പിളായി പാസ്സാകാൻ പറ്റുന്ന പേപ്പറാണ് മാത്സ്, സ്റ്റാറ്റി, ലോജിക്കൽ റീസണിങ്. കാൽക്കുലേറ്റർ സ്കില്ലാണ് മെയിൻ. കാൽക്കുലേറ്റർ യൂസിങ് പക്കായിരിക്കണം. സ്പീഡ് കാൽക്കുലേറ്റർ യൂസിങ് ആയി കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മാത്സ് സ്റ്റാറ്റി എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ 100 ക്വസ്റ്റ്യനാണ് മൊത്തം ഉണ്ടാവുക. അപ്പോൾ കാൽക്കുലേറ്റർ യൂസ് കുറേ ട്രിക്സ് ഉണ്ട്, പറഞ്ഞുതരാം. ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ കാൽക്കുലേറ്റർ ട്രിക്സ് പറഞ്ഞുതരാം. പേപ്പർ 4 ഫൈനൽ പേപ്പർ എക്കണോമിക്സ്, BCK, ബിസിനസ് കൊമേഴ്ഷ്യൽ നോളജ്. വളരെ സിമ്പിൾ പേപ്പറാണ്. ഇതുവരെ ഒരാൾ ഫെയിൽ ആവാത്ത ഒരു പേപ്പർ കൂടിയാണ് പേപ്പർ 4 എക്കണോമിക്സ് ആൻഡ് BCK. അതിനെക്കുറിച്ച് വല്ലാണ്ടൊന്നും എനിക്ക് പറയാനില്ല. ജസ്റ്റ് 1 or 2 ടൈം പക്ക റീഡിങ് ഉണ്ടെങ്കിൽ തന്നെ പാസ്സാകാൻ പറ്റുന്ന ഒരു പേപ്പർ കൂടിയാണ് പേപ്പർ 4. ഇത്രയുമാണ് നമ്മളുടെ 4 പേപ്പേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ എക്സ്പ്ലനേഷൻ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വേറൊരു വ്യക്തിയെ റോൾ മോഡലാക്കാതിരിക്കുക ഒരു മെയിൻ ടിപ്പാണ്. അതായത് ഓരോ പേഴ്സണും എവറി പേഴ്സൺ ഈസ് എ യൂണിക്. സോ ആരെയും റോൾ മോഡലാക്കാതിരിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെൻറ്റാലിറ്റി ആവില്ല മറ്റുള്ളവർക്ക്. കാരണം എല്ലാ പേഴ്സണും യൂണീക്കാന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ. നമ്മളുടെ ഒരു മെൻറ്റാലിറ്റി മറ്റുള്ളവർക്ക് ആവില്ല, നമ്മളെ മൈൻഡ് ആയിരിക്കില്ല മറ്റുള്ളവർക്ക്. എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമ്മളെ തന്നെ റോൾ മോഡലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് മാത്സ് ആണ്. മാത്സിൽ മൊത്തം നമുക്ക് 8 ചാപ്റ്റേഴ്സാണ് വരുന്നത്. ഫസ്റ്റ് വൺ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ഇൻഡിസസ്, ലോഗ്. സെക്കൻഡ് ചാപ്റ്റർ ഇക്വേഷൻസ് ആൻഡ് മെട്രിക്സ്. Third chapter linear equations with objective function and optimization. Fourth chapter time value of money. Fifth chapter permutation and combination. Sixth chapter sequence and series. Seventh chapter sets, relation and function. Eighth chapter differentiation and integrations. ഇന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 4th ചാപ്റ്ററാണ്, ടൈം വാല്യൂ ഓഫ് മണി. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. കോമൺ സെൻസ് യൂസ് ചെയ്താൽ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ഒരു ചെറിയ പോർഷൻ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നൊരു പോർഷൻ മാത്രമാണ് കവർ ചെയ്യുന്നത്. ബാക്കിയുള്ള പോർഷൻസ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ചാപ്റ്റർ 4 ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി മീൻസ് നമ്മളുടെ ക്യാഷിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. ഇന്നുള്ള ക്യാഷിൻ്റെ വാല്യൂ ആയിരിക്കില്ല ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ ഒരു മാസം കഴിഞ്ഞിട്ടോ നമുക്ക് കിട്ടുന്നത്. അതായത് ക്യാഷിൻ്റെ വാല്യൂ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ചാപ്റ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് പീരീഡ് ഓഫ് ടൈമിൽ ക്യാഷിൻ്റെ വാല്യൂ എത്ര എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്റർ കാൽക്കുലേറ്റ് ചെയ്യണത്.
സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആനുറ്റി, ഡിപ്രീസിയേഷൻ അങ്ങനെ തുടങ്ങി ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ടോപ്പിക്സ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് വേർഡ്സ്, അതായത് ഇൻട്രസ്റ്റ്, പ്രിൻസിപ്പിൾ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അക്യുമുലേറ്റഡ് എമൗണ്ട്, ഇങ്ങനെ കുറച്ച് വേർഡ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വണ്ണാണ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ ബോറോ ചെയ്ത എമൗണ്ടിന്മേ എക്സ്ട്രാ ഒരു എമൗണ്ട് കൂടി നമ്മൾ റീപേ ചെയ്യുന്നതിനാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പ്രിൻസിപ്പിൾ, അതായത് നമ്മൾ ലെൻഡ് ചെയ്യണ എമൗണ്ട്, അതായത് ഇനീഷ്യൽ വാല്യൂ നമ്മൾ എത്രയാണോ ബോറോ ചെയ്യുന്നത് ആ എമൗണ്ടിനാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ പറയണത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ലെൻഡർ അത് ഒരു നമ്മൾ ബോറോയിങ്സിൻ്റെ മേലെ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യും. ഒരു ഫിക്സഡ് റേറ്റ് ഫിക്സ് ചെയ്യണതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അക്യുമുലേറ്റഡ് എമൗണ്ട്. അക്യുമുലേറ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് പ്രിൻസിപ്പിൾ ആൻഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ മൊത്തം റീപേ ചെയ്യേണ്ട എമൗണ്ട്, അതായത് നമ്മൾ ബോറോ ചെയ്ത എമൗണ്ടും ഇൻട്രസ്റ്റ് എമൗണ്ടും കൂടി കൂട്ടിയതാണ് അക്യുമുലേറ്റഡ് എമൗണ്ട്. ഇത്ര കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൻ്റെ ബേസ്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ മെയിനായി പഠിക്കാനുള്ളത് ഒരുപാട് ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻസ് ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് പ്രോബ്ലംസ് ഈസിയായി ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ഇപ്പോൾ സ്ക്രീനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻസ് മാത്രമാണ്. കാരണം നമ്മളിപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പോർഷൻസ് മാത്രം കവർ ചെയ്യുന്നതുകൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻസ് മാത്രം 5 ഇക്വേഷൻസ് മാത്രമേ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ഇത് ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാലാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പ്രോബ്ലംസ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഇക്വേഷൻ ആണ് I equal to PNR divided by 100. That is I equal to simple interest. P equal to principal amount. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എവിടുന്നെങ്കിലും ലോൺ എടുത്ത എമൗണ്ട്, അതായത് ഇൻട്രസ്റ്റ് കാണുന്ന ലോണുമേലായിരിക്കും, ഒരു ബോറോയിസ്മേലായിരിക്കും എന്തായാലും ലോൺ എടുക്കുന്നത്. അപ്പോൾ പി എന്ന് പറയുന്നത് നമ്മൾ ലോൺ എടുത്ത എമൗണ്ടാണ് പി. പിന്നെ എൻ എന്ന് പറയുന്നത് ഇയർ, എത്ര വർഷത്തിനാണ് ലോൺ എടുത്തിരിക്കുന്നത് അതാണ് എൻ, ഇയർ. അല്ലെങ്കിൽ എത്ര വർഷത്തിനുള്ള ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത് അതാണ് എൻ. അല്ലെങ്കിൽ നെക്സ്റ്റ് വൺ ആർ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് എത്ര റേറ്റാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതാണ് ആർ. ഓക്കെ. പി എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ്, അതായത് നമ്മൾ എടുത്ത ബോറോയിങ്സിന് കിട്ടണ ഇൻട്രസ്റ്റ് ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോറോ ചെയ്തിട്ടുള്ള എമൗണ്ടാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. എൻ എന്ന് പറയുന്നത് ഇയർ, എത്ര വർഷത്തിനാണ് ഇൻട്രസ്റ്റ് കാണുന്നത് വെച്ചെങ്കിൽ അതാണ് എൻ. ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എത്ര റേറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണെങ്കിൽ ബാങ്ക് എത്ര റേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ആ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ആർ. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ അതാണ്. സെക്കൻഡ്, എൻ ഈക്വൽ ടു പി പ്ലസ് ഐ. ഇതൊന്നുകൂടി ബ്രീഫ് ചെയ്യാം. ഐ എന്ന് പറയുകയാണെന്നുവെച്ചെങ്കിൽ പി എൻ ആർ ബൈ 100 ആണ് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ എൻ ഈക്വൽ ടു പി പ്ലസ് പി എൻ ആർ ഡിവൈഡഡ് ബൈ 100 എന്നുകൂടെ നമുക്ക് എഴുതാം. ഇതിനെ ഒന്നും കൂടി ബ്രീഫ് ചെയ്യാം. പീനെ കോമൺ ആയി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എ എൻ ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് എൻ ആർ ഡിവൈഡഡ് ബൈ 100. ഓക്കെ. എൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അക്യുമുലേറ്റഡ് എമൗണ്ട്. ഓക്കെ, അക്യുമുലേറ്റഡ് എമൗണ്ട് എന്താണെന്ന് നമ്മൾ ബേസിൽ പറഞ്ഞിരുന്നു. അക്യുമുലേറ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ ഇൻട്രസ്റ്റ് എമൗണ്ടും
ബോറോയിങ്സ് എമൗണ്ടും കൂടി കൂട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ആണ് എൻ, അതായത് അക്യുമുലേറ്റഡ് എമൗണ്ട്. ബാക്കി എല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. നേരത്തെ മേലെ പറഞ്ഞ പോലെ പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്, ഐ എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ്. പി പ്രിൻസിപ്പൽ എമൗണ്ട്, എൻ ഇയർ, ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത്രയാണ് സെക്കൻഡ് ഇക്വേഷൻ. തേർഡ് ഇക്വേഷൻ ആറ് കണ്ടുപിടിക്കലാണ് ഈ ഇക്വേഷൻ്റെ യൂസ്. പി തന്നിട്ടുണ്ട്, എന്നും തന്നിട്ടുണ്ട്, എ പി അതായത് ശേഷമുള്ള അതായത് നമുക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് വെച്ചെങ്കിൽ ആർ എന്താണെന്നുള്ളതാണ്. ഓക്കെ, ആർ ഈക്വൽ ടു എ മൈനസ് 1 ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു 100. ആർ ഈക്വൽ ടു എ മൈനസ് 1 ഡിവൈഡ് ബൈ എൻ ഇൻറ്റു 100. എ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ഇത്ര വർഷത്തിന് ശേഷം ഡബിൾസ് ഓർ ത്രിബിൾസ് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഈ ഡബിൾസ് ആണെങ്കിൽ എ എന്ന് പറയുന്നത് 2 ആയിരിക്കും, ത്രിബിൾസ് ആണെങ്കിൽ എ എന്ന് പറയുന്നത് 3 ആയിരിക്കും. അതാണ് എ. അതിൽ നിന്ന് 1 ലെസ് ചെയ്ത് ഡിവൈഡ് ബൈ എൻ എന്ന് പറയുന്നത് വെച്ചെങ്കിൽ ടോട്ടൽ ഇയേഴ്സ്, അതാണ് എൻ. അപ്പോൾ എ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ഇത്ര വർഷത്തിന് ശേഷം ഡബിളാവും, ത്രിബിളാവും, ഫോർബിളാവും എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ എ ഡബിൾ ആണെങ്കിൽ എ 2 ആയിരിക്കും, ത്രിബിൾ ആണെങ്കിൽ എ 3 ആയിരിക്കും. എൻ എന്ന് പറയുന്നത് ഇയേഴ്സ്, ടോട്ടൽ ഇയേഴ്സ് ആണ്. ഓക്കെ, ഫോർത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ കണ്ടുപിടിക്കലാണ്. അതായത് എൻ ഈക്വൽ ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ എം മൈനസ് 1 ഇൻറ്റു ടി. സ്മോൾ ലെറ്റർ എൻ എന്ന് പറയുന്നത് എത്ര ടൈംസ് ആയി എന്നുള്ളതാണ്, ടൈംസ്. എം എന്ന് പറയുന്നതും ടൈംസ് തന്നെയാണ്, പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി എന്ന് പറയുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് ഒരു ഫിക്സഡ് പീരീഡ് തന്നിട്ടുണ്ടാവും, അതായത് 2 ഇയേഴ്സിനുള്ളിൽ. ടി അതായത് 2 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഇത്ര ആയി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പി എന്ന എമൗണ്ട് എൻ എന്ന് പറയുന്നത് എത്ര ഇയേഴ്സിൻ്റെ ഉള്ളിലാണ് ഒരു 4 ടൈംസോ 5 ടൈംസോ ആവാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് പി എന്ന പ്രിൻസിപ്പൽ എമൗണ്ട് 2 വർഷത്തിൻ്റെ ഉള്ളിൽ ഡബിൾ ആയി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത അതിൽ തന്നെ ക്വസ്റ്റ്യൻ വരുന്നതാണ് പി എന്ന എമൗണ്ട് എത്ര വർഷം എടുക്കും ത്രിബിൾ ആവാൻ എന്നതായിരിക്കും. അപ്പോൾ എൻ, ആ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ എൻ കാണാനുള്ള ഇക്വേഷനാണ് എൻ ഈക്വൽ ടു എൻ മൈനസ് 1 ഡിവൈഡ് ബൈ എം മൈനസ് 1 ഇൻറ്റു ടി. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻ വരുമ്പോൾ ക്ലിയർ ആയിക്കോളും. ഫിഫ്ത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത് ഐ ഡിഫറൻസ് കാണാനാണ്. ഫിഫ്ത്ത് ഇക്വേഷൻ ഐ ഡിഫറൻസ് കാണാൻ. ഐ ഡിഫറൻസ് ഈക്വൽ ടു ഒന്നുമില്ല, പി ഇൻറ്റു എൻ ഡിഫറൻസ് ഇൻറ്റു ആർ ഡിവൈഡ് ബൈ 100. അതിൽ വരുന്ന കണ്ടീഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആറും പിയും സെയിം ആയിരിക്കും, എന്നും സെയിം ആയിരിക്കും. അതായത് ആറ് എന്ന് പറയുന്ന റേറ്റ് തന്നെ ആയിരിക്കും എൻ. അതായത് ഇപ്പോൾ 6 8 ആണെന്ന് വെച്ചെങ്കിൽ എന്നും 8 ആയിരിക്കും. അതാണ് ഇതിലെ കണ്ടീഷൻ. കണ്ടീഷൻ ആർ ഈക്വൽ ടു എൻ, രണ്ടും സെയിം ആയിരിക്കും. ഇതാണ് ഇക്വേഷൻസ്. നെക്സ്റ്റ് ഇതിൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ കുറച്ച് ടിപ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ പെട്ടെന്ന് ക്ലിക്കായെന്ന് വരില്ല. അപ്പോൾ ഫസ്റ്റ് ടിപ്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വരുമ്പോൾ സം ഓഫ് എന്ന് പറഞ്ഞിട്ട് സം ഓഫ് റുപ്പീസ് എക്സ് എന്തെങ്കിലും ഒരു എമൗണ്ട് അങ്ങനെ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഈ സം ഓഫ് റുപ്പീസ് എക്സ് എന്ന് പറയുന്നത് ഈ റുപ്പീസ് ഈ എക്സ് എന്ന് പറയുന്നത് പി ആയിരിക്കും, എക്സ് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിരിക്കും എക്സ്. ഓക്കെ, സം ഓഫ് റുപ്പീസ് എക്സ് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിരിക്കും എക്സ്. ദെൻ അമൗണ്ട്സ് ടു or become റുപ്പീസ് എക്സ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അമൗണ്ട്സ് ടു അല്ലെങ്കിൽ ബിക്കംസ് റുപ്പീസ് എക്സ് എന്ന് പറയുമ്പോൾ ആ എമൗണ്ട് ആ എക്സ് എന്ന് പറയുന്നത് ദെൻ എൻ ആയിരിക്കും, അതായത് അക്യുമുലേറ്റഡ് എമൗണ്ട് ആയിരിക്കും. എൻ ആയിരിക്കും ആ എക്സ്. തേർഡ് വൺ
SI ഓഫ് റുപ്പീസ് എക്സ് അങ്ങനെ വന്നാൽ ഈ എക്സ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആയിരിക്കും. I ഈക്വൽ ടു എക്സ്, ആ എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇത്രയാണ് ഈ 3 ടിപ്പ് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതിലൊരു കാര്യം കൂടി വരാം. ഇൻട്രസ്റ്റ് ഓഫ് റുപ്പീസ് എക്സ് എന്ന് പറയാം. അതായത് ഇൻട്രസ്റ്റ് ഇങ്ങനെയും വരാം കേട്ടോ. ഇതാണ് ഈ 3 ടിപ്പ് അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഷോർട്ടാക്കിയിട്ട് SI കേട്ടോ ഓൺ റുപ്പീസ് 68,000 at 16.2/3% per annum. Okay, for 9 months. That's question. Okay. So first name underline ചെയ്യാം. SI on rupees 68,000. അപ്പോൾ SI on rupees എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, സം P ആയിരിക്കും. അതായത് ഓൺ റുപ്പീസ് പറഞ്ഞെങ്കിൽ P ആണ് 68,000. P ഈക്വൽ ടു 68,000. നെക്സ്റ്റ് പെർസെൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ട ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവും റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആർ നമുക്ക് തന്നിരിക്കുന്നത് 16.2/3 എന്നാണ്. അപ്പോൾ ഇതൊരു ഫ്രാക്ഷനായിട്ട് കിടക്കണത്. അപ്പോൾ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. അറിയുന്നുണ്ടാവും എല്ലാവർക്കും. ഈ 16 × 3 ചെയ്യാം. ഓക്കെ, 16 × 3 ചെയ്യാം പ്ലസ് ഈ 2. അപ്പോൾ 16 × 3 + 2 ഈക്വൽ ടു 50 /3. ഇതാണ് ഫ്രാക്ഷൻ കൺവേർട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് കിട്ടുക. അപ്പോൾ റൈറ്റ് ആറ് നമുക്ക് 50/3 എന്ന് കിട്ടും. പിന്നെ N 9 months ആണ്, നമുക്ക് മന്തിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇയറിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ N ഈക്വൽ ടു 9/12 ഇയറിൽ കൺവേർട്ട് ചെയ്ത്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എഴുതാം. I ഈക്വൽ ടു PNR / 100 എന്നല്ലോ. ഈക്വൽ ടു P എന്ന് പറയുന്നത് 68,000 ഇൻറ്റു N 9/12 നമുക്ക് ഡിനോമിനേറ്റർ ടോട്ടൽ എഴുതാം. ഇൻറ്റു 50 / 100 ഉണ്ട്. ഇൻറ്റു P 9/12 × 12 6 50/3 ഇൻറ്റു 3. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ 68,000 ഇൻറ്റു 9 × 50 divided by 100 divided by 12 divided by 3 8,500 ആണ് ഇൻട്രസ്റ്റ്. 8,500 ആണ് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 2, എ സം ഓഫ് SI at 13.5% per annum amounts to rupees 2502.5 2502.5 in 4 years. Find the sum. Find the sum എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഫൈൻഡ് ദ സം. പി അറിയില്ല, പി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എ സം ഓഫ് SI അറ്റ് പറയുമ്പോൾ റൈറ്റ് പെർസെൻറ്റേജ് കണ്ട് മനസ്സിലാവും.
equal to 13.5% R. Amounts to എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ accumulated amount, അതായത് n equal to 2502.5 n, then n equal to 4. അപ്പോൾ നമുക്ക് പി കണ്ടുപിടിക്കണം. n തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ നമ്മൾ സെക്കൻഡ് ഇക്വേഷനാണ് യൂസ് ചെയ്യണത്. n equal to p into 1 plus nr divided by 100. ഓക്കെ, പി n അറിയാം 2502.5, n 2502.5. പി അറിയില്ല, അതേപോലെ പി എടുത്ത് എഴുതാം. 1 പ്ലസ് n 4 years ഇൻറ്റു 13.5 r divided by 100. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് സോൾവ് ചെയ്യാം. 4 ഇൻറ്റു 13.5 divided by 100. 0.54 plus 1, 1.54 എന്ന് കിട്ടും. അപ്പോൾ ഈക്വൽ ടു 25025 ഈക്വൽ ടു പി ഇൻറ്റു 1.54. ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഇൻറ്റു ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ എന്നാവും. അപ്പോൾ പി ഈസ് ഈക്വൽ ടു 2502.5 ഡിവൈഡ് ബൈ 1.54 എന്നാവും. 250.2.5 ഡിവൈഡ് ബൈ 1.54 ഈക്വൽ ടു 1625 എന്ന ആൻസർ കിട്ടും. കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്താണ് വെച്ചെങ്കിൽ 1625. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2 കംപ്ലീറ്റ് ആയി. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എ സം ഓഫ് എസ് ഐ അറ്റ് 13.5%, 13.5 ആർ പെർ ആനം amounts to അപ്പോൾ n accumulated amount rupees 2502.5 in 4 years n. Find the sum p അറിയില്ല. അപ്പോൾ പി അറിയില്ല, ആർ അറിയാം, n അറിയാം. അപ്പോൾ n ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് എൻ ആർ ഡിവൈഡ് ബൈ 100. n അറിയാം 2502.5 ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് n 4 ഇൻറ്റു 13.5 ആർ ഡിവൈഡ് ബൈ 100. ദെൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കാൽക്കുലേറ്റർ വെച്ച് സോൾവ് ചെയ്യുക. 4 ഇൻറ്റു 3.5 ഡിവൈഡ് ബൈ 100 പ്ലസ് 1 ചെയ്തിട്ട് 1.54 എന്ന് കിട്ടും. അപ്പോൾ 2502.5 ഈക്വൽ ടു പി ഇൻറ്റു 1.54. ദെൻ ദിസ് 1.54 എൽ എച്ച് എസ് സി ആർ എച്ച് എസ് സിന്ന് എൽ എച്ച് എസ് സിക്ക് വരുമ്പോൾ ഡിവൈഡ് ഇൻറ്റു ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവൈഡ് ബൈ ആവും. അപ്പോൾ പി ഈക്വൽ ടു 25.0.25 ഡിവൈഡ് ബൈ 1.45 ഈക്വൽ ടു 1625 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്പർ 2 കംപ്ലീറ്റ് ആയി. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 3 a sum of rupees 800 amounts to rupees 920 in 3 years at simple interest if the rate of interest is increased by 3%. Find the new amount.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. എ സം ഓഫ് റുപ്പീസ് 800. സം ഓഫ് എന്ന് പറഞ്ഞാൽ പി amounts to rupees 920 amounts to an in 3 years and interest is increased by 3%. interest 3% ആയി. അപ്പോൾ r plus 3 എന്നായി. ഓക്കെ. ഫൈൻഡ് ദി ന്യൂ റേറ്റ്, അതായത് ന്യൂ റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ന്യൂ എമൗണ്ട് ആണ് കണ്ടുപിടിക്കുന്നത്. ന്യൂ എമൗണ്ട്, അതായത് ന്യൂ ആണ്. ഓക്കെ. അപ്പോൾ പി ഈസ് ഈക്വൽ ടു 800 and amounts to 920 n equal to 3 years. ഓക്കെ. ദെൻ റേറ്റ് ഓൾഡ് റേറ്റ് അറിയില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആർ കണ്ടുപിടിക്കാം. അപ്പോൾ എൻ അറിയാം, പി അറിയാം, എൻ അറിയാം, ആർ അറിയില്ല. അങ്ങനെ വെച്ചാൽ നമുക്ക് എൻ കണ്ടുപിടിക്കാം, ആർ കണ്ടുപിടിക്കാം. അപ്പോൾ എൻ ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2 പി ഇൻറ്റു 1 പ്ലസ് എൻ ആർ ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു n 920 p 800 1 plus n 3 r അറിയില്ല, r അതേപോലെ എഴുതി ഡിവൈഡ് ബൈ 100. ദെൻ ഈ 800നെ ആർ എച്ച് സിന്ന് എൽ എച്ച് സി കൊണ്ടുവരാം. അപ്പോൾ 920 ഡിവൈഡ് ബൈ 800 ഈക്വൽ ടു 1 പ്ലസ് 3 r ഡിവൈഡ് ബൈ 100. ദെൻ ഈ 1നെ പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ 920 ഡിവൈഡ് ബൈ 800 ചെയ്യാം. 920 ഡിവൈഡ് ബൈ 800 1.14 1നെ പുറത്തോട്ട് കൊണ്ടിരുന്നു. -1 100നെ പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു 100. ഈ 3 ഇൻറ്റു ആയിട്ട് കിടക്കുന്നത് എൽ എച്ച് സിക്ക് വരുമ്പോൾ ഡിവൈഡ് ബൈ 3 എന്നു ഈക്വൽ ടു ആർ അവിടെ റിമൈനിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ചെയ്യാം. 1.15 മൈനസ് 1 ഈക്വൽ ടു 0.15 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 3. സോ ആർ ഈക്വൽ ടു 5%. അപ്പോൾ നമുക്ക് ഈ ഇത്ര ടിപ്സ് ഇത് വെച്ചിട്ട് നമുക്ക് ആർ കിട്ടി, അതായത് PANNR ഇത്ര, അതായത് 6 തന്നില്ല, ബാക്കിയെല്ലാം വെച്ചിട്ട് നമുക്ക് 6 കണ്ടുപിടിച്ച്. ഇനി പറയണത് 3, അതായത് 6 5 എന്ന ഇൻട്രസ്റ്റ്, ഇപ്പോൾ ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ് 5 ആണ്. അത് 3 ആയിക്കഴിഞ്ഞാൽ, അതായത് 3 ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ എത്ര ആയിരിക്കും? അപ്പോൾ ഇപ്പോഴത്തെ 6 എന്ന് പറയുന്നത് 5 + 3 ഈക്വൽ ടു 8% ആണ്. അങ്ങനെ വന്നിടിച്ചെങ്കിൽ n എന്താണെന്നാണ്. അപ്പോൾ ഇക്വേഷൻ ഒന്നുകൂടി ഇക്വേഷൻ എഴുതാം. n ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് NR ഡിവൈഡ് ബൈ 100. ഓക്കെ. ഈക്വൽ ടു പി, സാധാ പി 800 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, 3 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 100 പ്ലസ് 1 ഇൻറ്റു 800 992 ഇതാണ് n. അതായത് റേറ്റ് കൂടിയപ്പോൾ ഇവിടെ ഡിഫറൻസ് കാണാം. ആദ്യത്തെ n നമുക്ക് 920 ആയിരുന്നു, ഇവിടെ 2 റുപ്പീസും കൂടി, അതായത് 920 എന്നുള്ളത് 992 എന്നായി. അതായത് 8% ഇൻട്രസ്റ്റ് ആയപ്പോൾ നമ്മളെ എമൗണ്ട് മാറി. അതാണ് ഇതിൽ കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നുകൂടി ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ആർ കണ്ടുപിടിക്കണം. ഇത്ര ഇക്വേഷൻ വെച്ചിട്ട് n ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് NR ഡിവൈഡ് ബൈ 100 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 6 കിട്ടും. ഇനി നമുക്ക് ന്യൂ എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ 6 കൂടെ, അതായത് 6 കൂടെ 3% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ എമൗണ്ട് എത്രയാണെന്ന് വെച്ചിട്ടുള്ളൂ. അപ്പോൾ 5 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് അതിലൂടെ 3 ആഡ് ചെയ്തതിന് 8 കിട്ടും.
ഈ 8 കിട്ടിയിട്ട് പിന്നെ ആനിൻ്റെ ഇക്വേഷൻ ഇട്ടിട്ട് വീണ്ടും ആന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യൂ എമൗണ്ട് കിട്ടും. അതാണ് തേർഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. A sum of money doubled in 16 years. 16 years. Find the rate. Okay. Then ഇവിടെ നമ്മൾ യൂസ് ചെയ്യണത് നമ്മളെ തേർഡ് ഇക്വേഷൻ ആണ്. R equal to a minus 1 divided by n into 100. Third equation, R equal to a minus 1 divided by n into 100. P sum of money അറിയൂല, നമുക്ക് തന്നിട്ടുണ്ട്. അതായത് P എന്ന എമൗണ്ട് ഡബിൾസ് 2P ആവണമെന്നുണ്ടെങ്കിൽ, അതായത് 16 ഇയേഴ്സിൻ്റെ ഉള്ളിൽ 2P ആയി, അതായത് n ഈക്വൽ ടു 16. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ R എത്രയാണ്? പി എന്ന എമൗണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട് ഡബിൾ ആവണം, 16 വർഷത്തിനുള്ളിൽ ഡബിൾ ആവണമെന്നുണ്ടെങ്കിൽ ആർ എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ ഈക്വൽ ടു എ നമ്മൾ പറഞ്ഞ് എത്ര ടൈംസ് ആവും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 2 ടൈംസ് ഡബിളാണ്, ഡബിൾ. അപ്പോൾ 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ n 16 ഇൻറ്റു 100 ഈക്വൽ ടു 2 minus 1 divided by 16 into 100, then 66.25%. ആണ് ആർ. ഫോർത്ത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. then ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. എ certain sum of money amounts to rupees 1008 in 2 years and rupees 1164 in 5 years. Find the sum and rate. ഓക്കെ. പി ഈക്വൽ ടു പി എന്ന എമൗണ്ട്, അതായത് ഒരു സർട്ടൻ സം, പി എനിക്ക് അറിയില്ല, സർട്ടൻ ഓഫ് എമൗണ്ട് 2 വർഷത്തിനുള്ളിൽ, അതായത് n 2 ഇയേഴ്സിൽ ആ എമൗണ്ട് എത്രയായി? n എമൗണ്ട്സ് 2 എന്ന് പറയുമ്പോൾ n 2 വർഷത്തിൽ n ആയി എത്രയായി? 1008 ആയി പി എന്ന എമൗണ്ട്. ആ പി തന്നെ 3.5 ഇയേഴ്സിൽ 1164 എന്നായി. അതായത് പി 2 വർഷത്തിൽ 1008 ആയ ആ പി തന്നെ 3.5 വർഷത്തിൽ 1264 ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമ്മും റേറ്റും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. ഇക്വേഷൻ ഫോം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ കണ്ട് n ഈക്വൽ ടു പി പ്ലസ് ഐ എന്നത്, ഓക്കെ, n ഈക്വൽ ടു പി പ്ലസ് ഐ എന്നത് സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പി അറിയില്ല, പി പ്ലസ്, അതായത് ഇൻട്രസ്റ്റ് 3 വർഷത്തിൽ, അപ്പോൾ 2 വർഷത്തിലാണ്. 2i ഈക്വൽ ടു 1008 ഇക്വേഷൻ 1. ദെൻ പി പ്ലസ് 3.5i, അതായത് 3.5i, 3 ഇയർ ആണ്, 3.5i ഈക്വൽ ടു 1164 ഇക്വേഷൻ 2. ദെൻ ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാം. ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ഈക്വൽ ടു പി പ്ലസ് 2
3.5i equal to 1164. P plus 2i equal to 1008. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ പി മൈനസ് ചെയ്താൽ പിയും പോവും. പ്ലസ് 3.5 മൈനസ് 2 3.5 മൈനസ് 2 1.5 i ഈക്വൽ ടു 1164 മൈനസ് 1008. അതായത് 1164 മൈനസ് 1008 156 എന്നൊരു ഇക്വേഷൻ കിട്ടും. അതായത് 1.5 i ഈക്വൽ ടു 156. ഇതിന് ഐ കണ്ടെത്താം. ഐ ഈക്വൽ ടു i ഈക്വൽ ടു 156 ഇതിനങ്ങോട്ട് വിളിക്കാം. അതായത് ഈ LHS ഉള്ള 1.5നെ RHS വിളിക്കുക. ഇൻറ്റു ആയിട്ട് എടുക്കണാണ്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 1.5. അപ്പോൾ 156 ഡിവൈഡ് ബൈ 1.5 104 ഈക്വൽ ടു i ഈക്വൽ ടു 104. ഈ i ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇഷ്ടമുള്ള 1 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഞാനിപ്പോൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. പുട്ട് i ഈക്വൽ ടു 104 in equation 1 equal to p plus 2 into 104 equal to 8 equal to p plus 208 equal to then p equal to 1008. ഈ LHSൽ പ്ലസ് ആയി എടുക്കണം. അങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവ് മൈനസ് 208 ഈക്വൽ ടു 008 മൈനസ് 2.800. therefore p equal to 800. ഓക്കെ. ദെൻ നമ്മളോട് ഇവിടെ 6 റേറ്റ് കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് റേറ്റ് കൂടെ കണ്ടുപിടിക്കണം. r ഈക്വൽ ടു, അപ്പോൾ p അറിയാം 800, n അറിയാം 541 2.5 ഈക്വൽ ടു p അറിയില്ല കണ്ടുപിടിക്കണം ഇൻറ്റു n ഡിഫറൻസ്. അതായത് ഇവിടെ n ഡിഫറൻസ് കണ്ടുപിടിക്കാം. diff equal to 4.5 minus 3.5 is equal to 1. Do 1 into right 11% divided by right 11% divided by 100. Here first of all 100 നെ പുറത്ത് കൊണ്ടുവരാം. ഡിവൈഡ് ബൈ എടുക്കാൻ 100 പുറത്ത് വരുമ്പോൾ ഇൻറ്റു ആവും. 412.5 into 100. then 1 into 11 11. ഈ 11നെ പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ബൈ 11 ഈക്വൽ ടു പി എന്നാവും. therefore p ഈക്വൽ ടു 412.5 into 100 divided by 11 3750. therefore p equal to 3750. that's all. Question number 7 is over. Question number 8. SI on a sum of money for 2.5 years less than the symbol 2.5 years at 12% per annum is rupees 40 less than the SI simple interest on the same sum for n 1 ആണ് എടുക്കേണ്ടത്. 1 year. okay. then r അറിയൂല. okay.
ഐ അറിയാം, 104. I equal to PNR divided by 100. PNR divided by 100. Then P I 104 P 800 into 1 R അറിയില്ല divided by 100. ഫസ്റ്റ് 100 കൊണ്ട് വിളിക്കാം. 4 divided by 100. 800 into 1 എന്ന് പറഞ്ഞാൽ 800. 800 ഇങ്ങോട്ട് വിളിക്കാം. ഇൻറ്റു 104 ഈ 100 ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഇൻറ്റു 100. 800 ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഡിവൈഡ് ബൈ 800 is equal to R. Then R equal to, therefore R equal to 104 into 100 divided by 800. 13% എന്ന് കിട്ടും. R equal to 13%. Okay. Then നമ്മ പി കണ്ടുപിടിക്കുന്നു. പി കണ്ടുപിടിച്ചിട്ട് R കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് R കണ്ടുപിടിക്കാം. I equal to PNR divided by 100. കാരണം I അറിയാം, P അറിയാം, N അറിയാം, R കണ്ടുപിടിക്കണം. 104 R I 104 equal to 800 P into 1 ഇയർ 1 ആണ് എടുക്കേണ്ടത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലെല്ലാം ഇയർ 1 ആണ് എടുക്കേണ്ടത്. ഇൻറ്റു R ഡിവൈഡ് ബൈ 100 RHSന്ന് LHSക്ക് വരുമ്പോൾ 104 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 800 എന്നാവും. അതിന് R കാൽക്കുലേറ്റ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ R ഈക്വൽ ടു 13% എന്ന് കിട്ടും. ഓക്കെ. Question number 5 is over. Question number 6. A sum of money at SI amounts to rupees 815 in 3 years and rupees 854 in 4 years. Find the sum and write. സെയിം ക്വസ്റ്റ്യൻ, നേരത്തെ പോലത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ സം അറിയില്ല. സം ഓഫ് മണി എത്ര അറിയില്ല. അമൗണ്ട്സ് 2. അപ്പോൾ N ഈക്വൽ ടു 815 in 3 years. N ഈക്വൽ ടു 3. Okay. Then next N equal to 854 in 4 years. N equal to 4 years. So same equation use here. P plus 3I equal to 814. Then P plus 4I equal to 854. Equation 1, equation 2 same. 2 equation 2 minus equation 1. P plus 4I equal to 854 minus equation 2 like equation 1. P plus 3I equal to 815 by P പോയി. 1I equal to 854 minus 815. 854 minus 815 39. Therefore I equal to 39. Put I equal to 39 in equation 1. is equal to P plus 3 into 39 equal to 815 is equal to P 3 into 39 11 plus 117 equal to 815. Then the 117 and 1 is negative. P equal to 815 minus 117. Therefore P equal to 815 minus 117 698. P is equal to 698. Then write. R കാണാൻ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് കണ്ടുപിടിക്കാം.
P equal to 698, I equal to 39, N equal to 1. 39 equal to 698 into 1 into R divided by 100. First of all 100 in 39 into 100. Then 698 into 1, 698 for the divided by 698 is equal to R. Therefore R equal to 39 into 100 divided by 698, 5.58, 5.58%. Then question number 6 is over. Then question number 7. Question number 7. Two equal sums of money. Two equal sum of money are invested at 11% per annum for 3.5 years and 4.5 years. The difference between their interest is rupees 412.5. Find the sum. Okay. ഇത് ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവും ഡിഫറൻസ്. ഡിഫറൻസ് കാണാൻ ഡിഫറൻസ് തന്നിട്ടുണ്ട്, എൻ ഡിഫറൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി കണ്ടുപിടിക്കാൻ ഇതിലുള്ള ഫൈൻഡ് ദ സം പി ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഇക്വേഷൻ നമ്മൾ 5th ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഡിഫറൻസ് ഈക്വൽ ടു പി ഇൻറ്റു എൻ ഡിഫറൻസ് ഇൻറ്റു ആർ ഡിവൈഡ് ബൈ 100. ഓക്കെ, difference here, the difference between the interest is for 3.5 years at 10% per annum. Find the sum. ഇതാണ് നമ്മളെ 8th ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് 2 ഇയറും റേറ്റും തന്നിട്ടുണ്ട്. അതായത് പി ഒരു സർട്ടൻ സം ഓഫ് മണി, ഒന്ന് ഫസ്റ്റ് ഇയർ 2.5 ഇയേഴ്സും സെക്കൻഡ് ഇയർ 3.5 ഇയേഴ്സും. പിന്നെ റേറ്റ് നമുക്ക് റേറ്റും 2 തന്നിട്ടുണ്ട്, 12%ഉം 10%ഉം. അപ്പോൾ ഇതിന് ഫസ്റ്റ് ഇൻട്രസ്റ്റ് എടുക്കുക I1, സെക്കൻഡ് ഇൻട്രസ്റ്റ് അതായത് I2. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ for 2.5 years at 12% per annum is rupees 40 less than the SI on the same sum for 3.5 years at 10% per annum. അതായത് ഫസ്റ്റ് ഈ I1 എന്ന് പറയുന്നത് I2നായിട്ട് ചെറുതാന്ന് പറയുന്നുണ്ട്. അപ്പോൾ I1 ഈസ് ലെസ് ദാൻ I2. അതായത് ഫസ്റ്റ് ഇൻട്രസ്റ്റ് സെക്കൻഡ് ഇൻട്രസ്റ്റിനായിട്ട് ചെറുതാന്ന് പറയുന്നുണ്ട്. അപ്പോൾ I1 ലെസ് ദാൻ I2. ഓക്കെ, ദെൻ I1 കണ്ടുപിടിക്കുക. പി സെയിമാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ പി സെയിമാന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം സം ഫൈൻഡ് പി ആണ് കണ്ടുപിടിക്കേണ്ടതും. അപ്പോൾ I ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ PNR ഡിവൈഡ് ബൈ 100 എന്നാണ്. അപ്പോൾ ഫസ്റ്റ് I2 വലുതാണെന്ന് വെച്ചെങ്കിൽ I1 ചെറുതാണ്. അപ്പോൾ I2 മൈനസ് I1 എന്നായിരിക്കും 40, അതായത് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, അതായത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ I1 ഇക്വേഷൻ PNR ഡിവൈഡ് ബൈ 100, P ഇൻറ്റു 3.5 ഇൻറ്റു 10% ഡിവൈഡ് ബൈ 100.
minus p into 2.5 into 12 divided by 100 is equal to 40. Okay, is equal to 3.5 into 10 divided by 100, 0.35 p minus 2.5 into 12 divided by 100, 0.3 p is equal to 40. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0.35 p മൈനസ് 0.3 p മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 0.05 p ഈക്വൽ ടു 40 എന്ന് കിട്ടും. ഈ 0.05 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു എടുക്കണം, അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ എന്നാവും. അപ്പോൾ ഈക്വൽ ടു p ഈക്വൽ ടു 40 divided by 0.05. therefore p is equal to 40 divided by 0.05, 800. ഓക്കെ, നമ്മുടെ 8th ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 9. A sum of rupees 1550 is lent out into two part of one at 8% and the other at 6%. The total annual income is rupees 106. Find the money at each rate. Question. A sum of 150 എന്നാണല്ലോ, രണ്ട് പാർട്ട് ഡിവൈഡ് ചെയ്യേണ്ടി പറയുന്നത്. അതായത് 1550 ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 parts. ഓക്കെ, ഫസ്റ്റ് പാർട്ട് 8%, സെക്കൻഡ് പാർട്ട് 6%. അപ്പോൾ ഇതിനെ എക്സ് ആയി എടുക്കുക. ഒരു പാർട്ടിന് എക്സ് ആയി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പാർട്ട് 1550 മൈനസ് എക്സ് ആവണല്ലോ. ഓക്കെ, രണ്ട് പാർട്ടാണ്. അപ്പോൾ ഒന്നിനെ എക്സ് ആയി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പാർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1550 മൈനസ് എക്സ് എന്നാവും. ഇയർ 1 ആണ്, 1 ഇയർ ആണ്, രണ്ടു കൊടുത്തു. അപ്പോൾ ഇതിനെ I1 എന്നും I2 എന്നും വിളിക്കാം. ഫസ്റ്റ് ഇൻട്രസ്റ്റ്, സെക്കൻഡ് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ടോട്ടൽ ആനുവൽ ഇൻകം, അതായത് മൊത്തം നമുക്ക് കിട്ടണ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് I1 പ്ലസ് I2 എന്നതാണ്, ഈക്വൽ ടു 106 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ PNR I ഈക്വൽ ടു PNR ഡിവൈഡ് ബൈ 100. ദെൻ I1 PX into N1 into 8 divided by 100 plus 550 minus X into ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, കാരണം 1550 മൈനസ് എക്സിന് ഫുള്ളായിട്ടാണ്, ഫുള്ള് പി ആണ്, അതുകൊണ്ട് ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ഇൻറ്റു 1 into 6 divided by 100. Then is equal to 106. Next, first step
സോൾവ് ചെയ്യാം. എക്സ് ഇൻറ്റു 1 ഇൻറ്റു 8 എന്ന് പറയുകയാണെന്നുവെച്ചെങ്കിൽ 8x ഡിവൈഡ് ബൈ 100 പ്ലസ് 6 വെച്ചിട്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതായത് 1 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 6 വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 6 ഇൻറ്റു 1550 is equal to 1550 into 6 equal to 9300 minus 6 into x 6x divided by 100 is equal to 106 is equal to 8 minus 6x. so denominator same ആണ്, അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പ്ലസ് ചെയ്യാം. അപ്പോൾ 8x plus 9300 minus 6x divided by 100 equal to 106 is equal to രണ്ട് വേരിയബിൾ 8x minus 6x എന്ന് പറയുമ്പോൾ 2x plus 9300 is equal to ഈ 100നെ RHS കൊണ്ടുപോകാം. ഇതിനെ കൊണ്ടെടുക്കുമ്പോൾ ഡിവൈഡ് ബൈ എടുക്കണം 100 into 100 then is equal to 2x ഇതിനെ കൊണ്ടെടുക്കുക is equal to 106 into 100 is equal to 10,600. ഇങ്ങോട്ട് വരുമ്പോൾ 9300 RHSക്ക് ഒരു നെഗറ്റീവ് ആവും. therefore x equal to ഇതിലോട്ട് ഈ 2നെ ഇതിലോട്ട് കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ബൈ ആവും. അപ്പോൾ 10,600 മൈനസ് 9,300 1,300 2 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും, ഡിവൈഡഡ് ബൈ 2. therefore x equal to 650. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഫൈൻഡ് ദ മണി അറ്റ് ഈച്ച് റേറ്റുള്ള എക്സ് കണ്ടുപിടിക്കണം, എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എക്സ് ഈക്വൽ ടു 650, സെക്കൻഡ് പാർട്ട് 1550 മൈനസ് എക്സ് 650 is equal to x, it is x ആട്ടോ, x 650 is equal to 900. okay, അപ്പോൾ question number 9 is over. question number 10, in how many years rupees 150 will produce the same interest at 8% per annum has rupees 800 produce in 3 years at 4.5% per annum SI. ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ഹൗ മെനി ഇയേഴ്സ്, എത്ര വർഷം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് തന്നെ n ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്, എന്നറിയില്ല. ദെൻ 150 will produce the same interest at 8%. അപ്പോൾ 150 ഒരു ഇൻട്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് 150 പറയുന്ന ഒരു ഇൻട്രസ്റ്റ് ആണ്, ഒരു സെയിം സമ്മ്. ഒരു സമ്മ് എത്രയോ വർഷം കഴിഞ്ഞപ്പോൾ 8% ഇൻട്രസ്റ്റിൽ 150 ഇൻട്രസ്റ്റാണ് പ്രൊവൈഡ് ചെയ്തത്. അതേപോലെ തന്നെ ആസ് 800 പ്രൊഡ്യൂസ് ഇൻ 3 years, അതായത് 3 yearsൽ 800 ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ n ഈക്വൽ ടു 3, n or m.
n equal to 3. Then r equal to 4.5%. അതാണ് I2 രണ്ടാമത്തെ ഇൻട്രസ്റ്റ് സെയിം ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെയിം ഇൻട്രസ്റ്റ്. സോ I1ഉം I2ഉം ഈക്വലാണ്. ഓക്കെ, I ഈക്വൽ ടു PNR divided by 100. PNR divided by 100. ഫസ്റ്റ് I1 I1ൽ P നമുക്ക് അറിയില്ല. അപ്പോൾ P അറിയാം, 150 തന്നിട്ടുണ്ട്. I1ലെ ഫീ 150 തന്നിട്ടുണ്ട് നമുക്ക്. 150 ഇൻറ്റു n ആണ് അറിയാത്തത്, n അറിയില്ല, n അതേപോലെ എടുത്ത് എഴുതാം. ഇൻറ്റു ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഇൻട്രസ്റ്റിലെ റേറ്റ് 8 ആണ്, ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു P 800 ആണ് സെക്കൻഡ് ഇൻട്രസ്റ്റിൽ, ഇൻറ്റു 3 ആണ് n ഇൻറ്റു 4.5 ആണ് റേറ്റ്, ഡിവൈഡ് ബൈ 100 ക്യാൻസലാവും. അപ്പോൾ 150 ഇൻറ്റു 8 1200 n equal to 800 into 3 into 4.5. 800 into 3 into 4.5. 10,800. Then ഈ 1,200 RHS കൊണ്ടുപോവുക. അപ്പോൾ n equal to 10,800 divided by 1,200. Then 10,800 divided by 1,200. n equal to 9. So 10th question is over. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. സോ ഇന്നത്തെ ഒരു ചെറിയ പോർഷൻ ആയിരുന്നു, സിമ്പിൾ ഇൻട്രസ്റ്റിന് ചെറിയൊരു പോർഷൻ ആയിരുന്നു. അതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് മാക്സിമം ക്വസ്റ്റ്യൻ മീൻസ് എല്ലാ ഇക്വേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്തതിൽ വല്ല ഡൗട്ടും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയത്, ക്ലാസ് നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ ഓൾ. Say what you wanna say to me.